അപ്പോൾ 9ാം ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ്. അത് ചെയ്യണമെങ്കിൽ എന്താണ് ഇക്വേഷൻ എന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണ്ടേ. അപ്പോൾ എന്താണ് മക്കളെ ഇക്വേഷൻ, എന്താണ് ഇക്വേഷൻ എന്നറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സം ഓഫ് 5 and 7 എന്ന് വെച്ചാൽ എന്തോ അർത്ഥം? 5ഉം 7ഉം കൂടെ കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. സം ഓഫ് 5 and 7, 5ഉം 7ഉം കൂടെ കൂട്ടാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 5 + 7 എന്നാണ് പറയുന്നത് അല്ലേ. അതോടൊപ്പം നിങ്ങൾ നോക്കുക, സം ഓഫ് എ നമ്പർ ആൻഡ് 5, ഒരു നമ്പറും 5ഉം കൂടെ കൂട്ടാൻ പറഞ്ഞു. ഒരു നമ്പർ, ഏതോ ഒരു നമ്പർ ആണല്ലേ. സം ഓഫ് എ നമ്പർ, ഏതോ ഒരു നമ്പർ. അപ്പോൾ ഏതോ ഒരു നമ്പർ ആകുമ്പോൾ നമ്മൾ എന്തെന്ന് എടുക്കും നിങ്ങൾക്കറിയാം, എക്സ് എന്ന് എടുക്കും. ആ നമ്പരും പിന്നെ ആരും തമ്മിൽ കൂട്ടാനാണ്? 5ഉം തമ്മിൽ കൂട്ടാൻ പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ x + 5 എന്ന് നമ്മൾ ഉത്തരം എഴുതി, ഇവിടെ നമ്മൾ 5 + 7 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 5ഉം 7ഉം കൂടെ കൂട്ടാനാണ്. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ മനസ്സിലാക്കുക, മാത്സിലെ എക്സ്പ്രഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എക്സ്പ്രഷൻ എന്ന് വിളിക്കും. പക്ഷേ ഇത് എന്ത് എക്സ്പ്രഷനാ? നമ്പറുകളേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കും? ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ സംഖ്യകൾ കൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ്, എക്സ്പ്രഷനാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടേക്ക് വന്നപ്പോഴോ എക്സ് എന്ന് പറയുന്ന ഒരു അക്ഷരം വന്നു. അപ്പോൾ അതിനെ വിളിക്കുന്നത് നിങ്ങൾക്കറിയാം, ബീജഗണിതം എന്നും മലയാളത്തിൽ പറയും. അപ്പോൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ഇംഗ്ലീഷിൽ നോക്കുക, ആൾജിബ്ര. അപ്പോൾ എന്തൊരു എക്സ്പ്രഷൻ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ. എന്താ കാര്യം ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് ഇവിടെ അക്ഷരം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് കൊണ്ട്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായി, എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് നോക്കുക, സം ഓഫ് എ നമ്പർ ആൻഡ് 6. എന്താ? ഒരു നമ്പറും ഏതൊക്കെയാ? സം ഓഫ് എ നമ്പർ മീൻസ് എക്സ് എന്ന് പറഞ്ഞ നമ്പർ എന്ന് എടുക്കുന്നു. അതും 6ഉം തമ്മിൽ കൂട്ടുമ്പോൾ ഈക്വൽസ് 15 എന്ന് വരുന്നു. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഈ ഒരു ഡയലോഗിൽ നിങ്ങൾ മനസ്സിലാക്കുക, സം ഓഫ് എ നമ്പർ ആൻഡ് 6 ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഒരു നമ്പറും 6 കൂടെ കൂട്ടുമ്പോൾ ഈക്വൽസ് 15 എന്ന ആൻസറും കൂടെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ആരും കൂടെ ഉണ്ട്? ഒരു ഈക്വൽ ടൂവും കൂടെ വരും. അപ്പോൾ ഈക്വൽ ടു ഉണ്ട്, അതോടൊപ്പം ഇവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, മീൻസ് ഇടത്തെ ഭാഗമുണ്ട്. ഈ ഭാഗത്തെ ഈക്വൽ ടുവിൻ്റെ എന്തെന്ന് വിളിക്കാം? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വിളിക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടത്തെ ഭാഗം ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, വലത്തെ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാത്സിലെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ത് കാണും മക്കളെ? ഒരു ഈക്വൽ ടു കാണും, ഇടത്തെ സൈഡും കാണും, വലത്തെ സൈഡും കാണുമെന്ന് നിങ്ങൾക്ക് അറിയാം. അതിലിതാ ഈ എക്സിനെ നമുക്ക് അറിഞ്ഞുകൂടാ. എക്സ് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് എക്സിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ആണ്, വേരിയബിൾ എന്ന് വിളിക്കാം. അതുപോലെ ഈ 6ഉം ഈ 15ൻ്റെ പ്രത്യേകത എന്തോ? 6ഉം 15ഉം മാറ്റം വരുമോ? ഇല്ല. ഈ ഇക്വേഷൻ, ഈ എഴുതിയേക്കുന്ന ഇക്വേഷനിൽ 6നും 15നും യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് അവനെ നമുക്കറിയാം, നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കേട്ട പേരാണ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. മാറാത്ത സംഖ്യ, യാതൊരു മാറ്റവും വരത്തില്ല. അതോടൊപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡിഷൻ എന്ന് പറയുന്നൊരു ചിഹ്നമാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വിളിക്കുന്ന ഈ പ്ലസിനെ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം അല്ലേ, ഓപ്പറേറ്റർ എന്നും വിളിക്കാം. അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു ഈക്വൽ ടൂവും ലെഫ്റ്റും റൈറ്റും അല്ലെങ്കിൽ വേരിയബിളും കോൺസ്റ്റന്റും ഓപ്പറേറ്ററും ഒക്കെ ചേർന്ന് എഴുതുന്ന ഈ രൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റർ എന്തോ? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് വായിച്ചു നോക്കി നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടും? പെയർ എന്ന് വെച്ചാൽ എന്തോ? ജോഡി, 2 ഇക്വേഷൻ വരുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് ഒട്ടനെ തന്നെ കാണാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോക്കോളൂ മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിപൊളിയായിട്ട് ചാപ്റ്റർ പഠിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.